കടുത്തുരുത്തി നിയോജകമണ്ഡലം പ്രതിഭാസംഗമവും MLA എക്സലൻസ് അവാർഡ് സമർപ്പണവും ജൂൺ 26 വ്യാഴാഴ്ച കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ അക്കാദമികളുടെയും പുരസ്കാരങ്ങളും അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തികളെയും ഉന്നത സാമൂഹിക അംഗീകാരം നേടിയ വ്യക്തികളെയും കലാകായിക സാഹിത്യ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന പ്രതിഭാസംഗമത്തിൻ്റെ ഉദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിക്കും. കോട്ടയം ജില്ലാ കളക്ടർ ജോൺ B. സാമുവൽ അധ്യക്ഷനായിരിക്കും. ചടങ്ങിൽ K. ഫ്രാൻസിസ് ജോർജ് MP വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി IAS മുഖ്യപ്രഭാഷണവും കോട്ടയം ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് IPS അനുമോദന പ്രസംഗവും നടത്തും. എല്ലാവർക്കും നമസ്കാരം. കടുത്തുരുത്തി നിയോജകമണ്ഡലം പ്രതിഭാസംഗമം MLA എക്സലൻസ് അവാർഡ് 2025 ജൂൺ മാസം 26-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 7 മണി വരെ കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഈ മഹനീയമായ പ്രതിഭാസംഗമത്തിലേക്ക് എല്ലാവരെയും ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ച് കടന്നു വന്നവരും നിയോജകമണ്ഡലത്തിന് വെളിയിൽ പഠിച്ച മണ്ഡലക്കാരായ കുട്ടികളും എല്ലാ പ്രതിഭകളെയും ഒരേ വേദിയിൽ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരികയാണ്. ഏതാണ്ട് 1200ഓളം വരുന്ന വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിലും ഹയർ സെക്കൻഡറി പരീക്ഷയിലും ഉന്നത വിജയം നേടിയ പ്രതിഭകളായ കുട്ടികൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായ പ്രതിഭകൾ. മലയാള സിനിമാ രംഗത്തെ പ്രമുഖരായ ഷെയ്ൻ നിഗം, രമേശ് പിഷാരടി, ദിലീഷ് പോത്തൻ, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരാണ് മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നത്. കടുത്തുരുത്തി താഴത്തുപള്ളി ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ, കോട്ടയം രൂപത മുൻ വികാരി ജനറൽ റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, മാന്നാനം KE സ്കൂൾ പ്രിൻസിപ്പളും വിദ്യാഭ്യാസ കൗൺസിൽ അംഗവുമായ റവറൻ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾ, വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ, SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥി പ്രതിഭകൾ എന്നിവർക്ക് MLA എക്സലൻസ് അവാർഡ് നൽകി അനുമോദിക്കും. വിദ്യാർത്ഥി പ്രതിഭകളും വിവിധ രംഗങ്ങളിലെ പ്രഗത്ഭരും ഉൾപ്പെടെ 1500-ലധികം പേരെ ചടങ്ങിൽ ആദരിക്കും.